മഖാം സന്ദർശിക്കുകയാണ് രമ്യ ഹരിദാസ്. അതിന്റെ പ്രതികരണങ്ങൾ സഹപ്രവർത്തകരെല്ലാം UDF മുകളിൽ നിന്ന് കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് കൃത്യതയോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ബൂത്തുകളിലേക്ക് എത്തുമ്പോൾ ഓരോ ആളുകളും, ഓരോ വ്യക്തികളും, ഓരോ വോട്ടർമാരും ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ചേരണമെന്നുള്ള മനസ്സുമായിട്ടാണ് അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ചേലക്കരക്കാർ എന്നെ ചേർത്ത് പിടിക്കും, കൈവിടില്ല. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്താണ്, പോസിറ്റീവായിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് കാര്യം? കാരണം ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ജനങ്ങളും ഞങ്ങളുടെ പ്രവർത്തനത്തിനൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഈ പാലക്കാടും വയനാടും ഒക്കെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അപ്പോൾ പാലക്കാടിന് കിട്ടേണ്ട ഒരു പ്രാധാന്യം ഈ ചേലക്കരയ്ക്ക് ഈ ഒരു പ്രചാരണത്തിലുടനീളം കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നേതാക്കളുടെ ഒരു വരവായാലും പാർട്ടിയിൽ നിന്നുള്ള സപ്പോർട്ടായാലും? അതിലെന്താ ഒരു സംശയമുള്ളത്? കാരണം പാലക്കാടിനെയും ചേലക്കരയെയും ഒരേ രീതിയിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും എല്ലാ നിയോജക മണ്ഡലങ്ങളും ഒരേ രീതിയിൽ തന്നെയാണ്. അല്ലാതെ അതിനകത്തൊരു ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. അത് തുടക്കം മുതൽ എനിക്ക് തോന്നുന്നു പാലക്കാട് മീറ്റിങ്ങുകൾ ആരംഭിക്കുന്നതിനേക്കാൾ ഒരുപടി മുൻപേ യോഗങ്ങൾ ആരംഭിച്ചത് ചേലക്കര നിയോജക മണ്ഡലത്തിലാണ്. ചേലക്കരയിലെ യോഗങ്ങൾ തുടങ്ങിയതിനു ശേഷമാണ് രമ്യ ഹരിദാസ് UDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വരവൂർ മഖാം സന്ദർശിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ സ്റ്റെഫിനുമായി സംസാരിക്കുന്നത്.